അമ്മു സജീവന്റെ ആത്മഹത്യാ കേസിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്യണമെന്ന് പോലീസ് കോടതിയിൽ. ജാമ്യം നൽകിയാൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഇടപെട്ടേക്കും. കേസിന് ഗൌരവ സ്വഭാവമെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നുവെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെ കുടുംബം ആരോപിക്കുന്നു. അവർ അതിൽ ഉറച്ചു നിൽക്കുന്നു. അത്രമാത്രം വലിയ ആരോപണങ്ങൾ, പ്രതിഷേധമൊക്കെ നേരിടുന്ന കേസാണ്. പോലീസ് എന്താണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? കസ്റ്റഡി ആവശ്യം അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? രേണുക, ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് പ്രതികളായ 3 പെൺകുട്ടികളെ, സഹപാഠികളായ 3 പെൺകുട്ടികൾ, അതായത് അലീന, അഷിത, അഞ്ജന എന്നിവരെ കോടതിയിൽ പോലീസ് ഹാജരാക്കിയത്. കോടതിയിൽ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കോടതി 2 തവണ കേസ് പരിഗണിച്ചു. ആ കേസ് പരിഗണിക്കുന്ന വേളയിൽ പ്രതിഭാഗം പറഞ്ഞത് ഇനിയും കസ്റ്റഡിയിൽ അനുവദിക്കരുത്. ഒപ്പം തന്നെ സാധാരണഗതിയിൽ ഇടക്കാല ജാമ്യം ലഭിക്കണം എന്നുള്ള കാര്യം കൂടി പ്രതിഭാഗം ബാധിച്ചു. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരെ വിസ്തരിച്ചപ്പോൾ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ല, കസ്റ്റഡിയിൽ കിട്ടണമെന്നുള്ള കാര്യമാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത്. കാരണം തെളിവുകൾ, ജാമ്യം അനുവദിച്ചാൽ പ്രതികൾ തെളിവുകൾ നശിപ്പിക്കും, ലോഗ് ബുക്ക് കണ്ടെത്താനുണ്ട്. മറ്റ് സ്വാധീനമുള്ള രീതിയിൽ പ്രതികൾ ഒരുപക്ഷെ ഈ കേസിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതുകൊണ്ട് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ CI വിസ്തരിച്ചപ്പോൾ കോടതിയോട് ബോധിപ്പിച്ചത്. എന്തായാലും 2 തവണ പരിഗണിച്ച കേസ് വീണ്ടും അരമണിക്കൂറിന് ശേഷം പരിഗണിക്കാൻ വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. ജാമ്യം അനുവദിക്കുന്ന നിലപാടിലാണ് ഈ പ്രതികളുടെ അഭിഭാഷകൻ ബാധിച്ചുള്ളത്. കാരണം 22 വയസ്സ് മാത്രമാണ് പെൺകുട്ടികൾക്ക് പ്രായമുള്ളത്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം. ഒപ്പം കസ്റ്റഡിയിൽ ഇനിയും വിടരുത് എന്നുകൂടി പ്രതിഭാഗം അഭിഭാഷകൻ ബാധിച്ചു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 2 തവണ പരിഗണിച്ച കേസ് വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകാൻ സാധ്യതയുണ്ട്. എന്തായാലും റിമോട്ട് റിപ്പോർട്ടിൽ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ ഇത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തണം. അതൊക്കെ തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജാമ്യം അനുവദിച്ചാൽ പ്രതികൾ അത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന കാര്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ CI കോടതിയെ ബോധിപ്പിച്ചത്. എന്തായാലും കേസ് അരമണിക്കൂറിനകം വീണ്ടും പരിഗണിക്കും. എന്തായാലും വിവാദമായ ഒരു കേസായി മാറിയിരിക്കുന്നു. ആത്മഹത്യയാണെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിലും കുടുംബത്തിന്റെ ആരോപണം കൊലപാതകം നിലയ്ക്കാണ്. ആ തരത്തിൽ കേസ് വളരെ ഗൗരവമുള്ള തരത്തിലാണ് പോലീസ് കോടതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന് നിരന്തര പീഡനം നേരിട്ടിരുന്നുവെന്ന് കുടുംബം ന്യൂസ് 18നോട്. കൊലപാതകമാണെന്ന് അന്വേഷണത്തിൽ തെളിയുമെന്നും കോളേജ് അധികൃതർ യാഥാർത്ഥ്യം മൂടിവെക്കുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു. 4 വർഷത്തെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തേണ്ടതാണ് അമ്മു. എന്നാൽ സഹപാഠികളുടെ ക്രൂരതയിൽ അവൾ ഇല്ലാതായതോടെ കണ്ണീർ കയത്തിലാണ് സജീവന്റെ കുടുംബം. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന, ഈ 3 സഹപാഠികളുടെ അറസ്റ്റ് മകളുടെ മരണത്തിന് ചുരുളഴിക്കുമെന്ന് ഉറപ്പിക്കുന്നു ഇവർ. ഒക്ടോബറിൽ തുടങ്ങിയതാണ് അമ്മുവിനോടുള്ള ക്രൂരതയെന്ന അച്ഛൻ. നിരന്തരം ഈ 3 സംഘത്തെപ്പറ്റി മകൾ പരാതിപ്പെട്ടിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ നിർബന്ധിച്ചപ്പോൾ എതിർത്തതാണ് തുടക്കം. പിന്നീട് ടൂർ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പക മർദ്ദനത്തിലേക്കെത്തി. ഈ പോയത് അമ്മു പറഞ്ഞതിനെ തുടർന്നുണ്ടായ ഈ സെക്കൻഡ് ഷോയ്ക്ക് പോയ കാര്യം ക്ലാസ് ടീച്ചറിനെ അമ്മു അറിയിച്ചതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണ്. പിന്നെ അതാണ് തുടക്കം. പിന്നെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഇവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ഈ അഞ്ജന എന്ന് പറയുന്ന കുട്ടി അവിടുത്തെ ഹോസ്റ്റലിലെ പഴയ ലീഡറാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവളുടെ റൂം തല്ലി തുറന്ന് കയറി ഇവളെ പിടിച്ചൊലിക്കുക, എന്തൊക്കെയോ ചെയ്തു ഇവളെ. അന്ന് ക്ലാസ് ടീച്ചർ ഇടപെട്ട് താക്കീത് നൽകിയെങ്കിലും വേട്ടയാടൽ തുടർന്നു. എല്ലാ കാര്യങ്ങളും വീട്ടുകാരെ അറിയിച്ചിരുന്നു അമ്മു. ഇതാണ്ട് അമ്മു അവർ വിളിക്കുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവളെ പേടിച്ചാണ് ചെന്നത് വാഷ്റൂമിൻ്റെ അവിടെ ഇട്ട് അവരുടെ ഉപദ്രവിച്ചു. അവൾ ഓടി. അന്നേരം ഈ ആശയാണ് കയറി പിടിച്ചത് ഈ മറ്റുള്ള അടിക്കാനായിട്ട്. അന്നേരം ഓടി ചെന്ന് ക്ലാസ് ടീച്ചറുടെ റൂമിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് വീണ്ടും മുളപിടി എന്നും പറഞ്ഞിട്ട് ഇവളങ്ങ് വളരെ പാനിക്കായിരുന്നു. കാരണം ഒരു 10-21 വയസ്സുള്ളൊരു കുട്ടിയല്ലേ. അന്നേരം ഇത് 3 പേരും കൂടി ഇങ്ങനെ നിരന്തരം അവളെ വേട്ടയാടുന്നുള്ളൊരു പദം വേണമെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അന്നേരത്തേക്ക് ഇവരെ ചെന്ന് വാൺ ചെയ്ത് ആ ഇഷ്യൂ അങ്ങനെ നിൽക്കുകയാണ്.
ആത്മഹത്യാ പ്രേരണ ചുമത്തിയാണ് അറസ്റ്റെങ്കിലും കൊലപാതകമാണ് സംഭവിച്ചതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അമ്മുവിന്റെ സഹോദരൻ അഖില്. ആത്മഹത്യാപ്രേരണ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇപ്പം FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഇതിനകത്ത് വന്നിരിക്കുന്നതാണ് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ അബ്ലിമെന്റ് ഓഫ് സൂസൈഡ്. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള തുടർന്ന് അന്വേഷണങ്ങളിൽ ഇത് ഉറപ്പിടും തെളിയും അതൊരു കൊലപാതകമായിരുന്നു എന്ന്. കാരണം ആദ്യം വന്ന സമയത്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ ബാക്കിയെല്ലാം വെച്ചിട്ട് അബ്ലിമെന്റ് ഓഫ് സൂസൈഡിൽ വരും. അത് കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്ത് അതൊരു മോഡലിലോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ക്വിറ്റ് എന്ന ഡയറിയിൽ കുറിച്ചത് സഹോദരിയല്ല എന്ന് തെളിയിക്കാൻ കൈയക്ഷരം തെളിവായി നൽകുന്നു അഖിൽ. ഫോൺ ലോക്ക് ചെയ്യാതെ കിട്ടിയതിലും സംശയം ഉന്നയിക്കുന്നുണ്ട് കുടുംബം. ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അതിനകത്ത് എഴുതി വെച്ചിരുന്നു. പക്ഷേ അമ്മൂൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പലിന്റെയും ഹോസ്റ്റൽ വാർഡന്റെയും കള്ളത്തരങ്ങൾ സത്യാവസ്ഥ മൂടിവെക്കാനാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം ഒന്നത്തെ കാര്യം പ്രിൻസിപ്പൽ സാർ വന്നിട്ട് ഇവിടെ ആദ്യത്തെ അമ്മുവിനെ കൊണ്ടുവന്ന ദിവസം അമ്മു ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കള്ളത്തരമാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള വാർഡൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്നിട്ട് സ്വീകാര്യത്തെ കാര്യവും അതുപോലെ എല്ലാ കാര്യങ്ങളും കള്ളത്തരം തന്നെയാണ്. എന്തോന്ന് മൂടി വയ്ക്കാം അറസ്റ്റ് വയ്ക്കാമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണ് സജീവനും കുടുംബവും. മകൾ നേരിട്ട നിരന്തര പീഡനത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത കോളേജ് അധികൃതരെ വിശ്വാസത്തിൽ എടുക്കുന്നുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.